ഹലോ, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു കേട്ടോ. അപ്പോൾ നമ്മളുടെ ഇന്നത്തെ വീഡിയോ വന്നിട്ട് ഞാൻ എൻ്റെ ക്യൂട്ടായിട്ടുള്ള കുറച്ച് നൈറ്റ് വെയേഴ്സ് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം കേട്ടോ. അങ്ങനെ പരിചയപ്പെടുത്താനൊന്നുമില്ല, ജസ്റ്റ് ഞാൻ കാണിച്ചു തരാം. എൻ്റെ കയ്യിലുള്ള കുറച്ച് ക്യൂട്ട് കളക്ഷൻസ് ഞാൻ കാണിച്ചു തരാം കേട്ടോ നിങ്ങൾക്ക്. അപ്പോൾ നിങ്ങൾക്ക് ഇത് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് അല്ല എന്നുണ്ടെങ്കിലും നിങ്ങൾ ഈ വീഡിയോ മൊത്തം കാണണം. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോ കണ്ടാലോ. നൈറ്റ് വെയറിൻ്റെ കളക്ഷൻ വീഡിയോ ആയതുകൊണ്ട് ഞാൻ എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു നൈറ്റ് വെയർ ആണ് ഇട്ടുള്ളത്. ഇത് നിങ്ങൾക്ക് ഇഷ്ടമായോ? നിങ്ങൾക്ക് ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ നമുക്ക് കണ്ടാലോ. അപ്പോൾ എൻ്റെ സെക്കൻഡ് ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ഐറ്റം ആണിത്. നല്ല രസമില്ലേ? ഇതൊരു ലാവൻഡർ കളറിൽ ഒരു സിമ്പിളായിട്ടുള്ള ഒരു നൈറ്റ് വെയർ ആണ് കേട്ടോ. ഞാൻ ഇതെല്ലാം ഇവിടുത്തെ ഒരു ലോക്കൽ സ്റ്റോറിൽ നിന്ന് പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നതാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഇങ്ങനത്തെ ക്യൂട്ടായിട്ടുള്ള നൈറ്റ് വെയേഴ്സ്. ഇങ്ങനെ ഇത്ര ഇറക്കമൊക്കെ ഉണ്ട്, നല്ല എൻ്റെ മുട്ടിനെക്കാട്ടിലും താഴെയൊക്കെ ഇതിന് ഇറക്കം വരുന്നുണ്ട്. പിന്നെ ഇതുമ്പോൾ ക്യൂട്ടായിട്ടുള്ള കുറച്ച് പ്രിൻസ് ഒക്കെ ഉണ്ട്. നല്ലതാണ് കേട്ടോ. ഇത് ഇടാനും നല്ല കംഫർട്ടബിളാണ്, നല്ല മെറ്റീരിയലാണ്, നല്ല ക്വാളിറ്റിയാണ് കേട്ടോ. ഞാനിവിടെ എൻ്റെ എല്ലാ ഡ്രസ്സുകളും വാഷിംഗ് മെഷീനിലാണ് അലക്കുന്നത്. എന്നിട്ട് ഇതിനൊന്നും ഒട്ട കുഴപ്പമില്ല. ഇപ്പോഴിത് നല്ല പുതിയതുപോലെയാണ് ഇരിക്കുന്നത്. എനിക്ക് ഇഷ്ടമായത്. അടുത്തത് വന്നിട്ട് ഇതും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഇതും ക്യൂട്ടായിട്ടുള്ള ഒരു ഓഫ് വൈറ്റ് കളറിലുള്ള ഒരു ഇതാണ് കേട്ടോ. ഇവിടുത്തെ ഏകദേശം ഇതിൻ്റെയും നേരത്തെ കാണിച്ചതിൻ്റെ പാറ്റേൺ ഏകദേശം സെയിം ആയി. ഇവിടേക്ക് ഫ്രില്ലായിട്ടുള്ളത് കാണാൻ പറ്റുന്നുണ്ടോ? നിങ്ങൾക്ക് കാണുന്നുണ്ടോ? ഓക്കെ, ഇതും ഒരു ക്യൂട്ടായിട്ടുള്ളൊരു സംഭവം. ഇതുമ്മ എന്തോ ഒരു പാവയുടെ പടമൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഇങ്ങനെ ഒരു പഞ്ഞിയുടെ ഒരു സാധനമൊക്കെ ഉണ്ട് കേട്ടോ. നല്ലയാ. ഇത് 3/4 സ്ലീവ്സ് ആണ് വരുന്നത് കേട്ടോ. നേരത്തെ ഞാൻ കാണിച്ചത് ഫുൾ സ്ലീവ്സ് ആയിരുന്നു. ഇപ്പം ഞാൻ ഇട്ടേക്കുന്നതും ഇതും ഫുൾ സ്ലീവാണ്. അപ്പോൾ ഇത് അത്രയേ ഉള്ളൂ. ഇതിനും അത്യാവശ്യം നല്ല ലെങ്ത് ഉണ്ട്. ഇതും നല്ല മെറ്റീരിയലാണ് കേട്ടോ, നല്ല ക്വാളിറ്റി ഉണ്ട്. വന്നിട്ട് ഇങ്ങനത്തെ ഒരു ക്യൂട്ടായിട്ടുള്ള ഒരു സംഭവമാണ് കേട്ടോ. ഞാൻ തല തിരിച്ച് പിടിച്ചു പോയി അറിയാണ്ട്, ഒന്ന് ശരിയാക്കി പിടിച്ചോട്ടെ. ഓക്കെ, അപ്പോൾ ഇതാണ് അടുത്തതെന്ന് പറയുന്നത്. ഇതിൻ്റെ മെറ്റീരിയൽ കുറച്ചും കൂടെ ഒരു എന്താ പറയുക, ഒരു ജേഴ്സി ടൈപ്പ് ഓഫ് മെറ്റീരിയലൊക്കെ ഇല്ല. ഇപ്പം നമ്മൾ സ്പോർട്സ് വെയർ ഒക്കെ ഇടുമ്പോഴത്തേക്കിനും അതിൻ്റെ പോലത്തെ ഒരു മെറ്റീരിയൽ ആട്ടോ. ഇതിൻ്റെ മെറ്റീരിയലിൻ്റെ പേര് കറക്റ്റ് എനിക്കറിയില്ല. അങ്ങനത്തെ പോലത്തെ ഒരു മെറ്റീരിയലാണ്. നമ്മളിങ്ങനെ പിടിച്ച ഒരു പിടിയുള്ളൂ, അത്രേ ഉള്ളൂ. അങ്ങനത്തെ ഒരു, പക്ഷെ നല്ല സുഖമാണ്. ഇത് ഇടാൻ വേണ്ടിയിട്ട് നല്ല സുഖമാണ്. നമുക്ക് നല്ല കംഫർട്ടബിൾ ആണ് കേട്ടോ. നമ്മളിങ്ങനെ ഒന്നിട്ടിട്ടുണ്ടെന്ന് തോന്നിയില്ല, അത്ര ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ളതാണ്. നല്ലതാണ് കേട്ടോ. നേരത്തേക്ക് ഞാൻ കാണിച്ചത് കുറച്ചും കൂടെ സ്ലീവ് ലെങ്ത് ഉണ്ടായിരുന്നു. ഇത് ഷോൾഡർ തന്നെ അതിൻ്റെ സ്ലീവായിട്ട് വരുന്നത്. ക്യൂട്ടായിട്ടുള്ള കുറച്ച് പ്രിൻസും വൈബ്രൻ്റ് ആയിട്ടുള്ള കുറച്ച് കളേഴ്സൊക്കെ ഉണ്ട്. നല്ലതാണ് കേട്ടോ. ഇത് ഭയങ്കര ക്യൂട്ടായിട്ടുള്ള ഒരെണ്ണമാണ് കേട്ടോ. ഇത് യെല്ലോ, ഒരു ലൈറ്റ് യെല്ലോ ഷെയ്ഡിൽ അത്യാവശ്യം ഇറക്കമൊക്കെ ഉണ്ട്. ഇവിടെ കുറച്ച് ഫ്രിൽസൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ സ്ലീവ്സും അങ്ങനെയാണ്. ഇതിന് സ്ലീവ് ഇല്ല, കുറച്ചൊരു ഫ്രിൽസ് മാത്രമേ ഇവിടെ കൊടുത്തിട്ടുള്ളൂ. ഇതിൻ്റെ മെയിൻ അട്രാക്ഷൻ എന്ന് പറയുന്നത്, നിങ്ങൾക്ക് ഇഷ്ടമാവുമെന്ന് അറിയില്ല, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇവിടെ ഒരു ചെറിയ പോക്കറ്റ് ഉണ്ട്. നല്ല ക്യൂട്ടല്ലേ? എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഇത് നല്ല കംഫർട്ടബിൾ. ഇത് തനി കോട്ടൺ ആട്ടോ. ഇത് അതുകൊണ്ട് തന്നെ ഇത് ഞാൻ കഴുകിയപ്പോഴത്തേക്കിനും കുറച്ചും കൂടെ ഒന്ന് ചുരുങ്ങിയിട്ടുണ്ടായിരുന്നു. ഇത് കുറച്ചും കൂടെ വലിയ സൈസായിരുന്നു. ഇപ്പോൾ കുറച്ചും കൂടെ ചുരുങ്ങി. എനിക്കെല്ലാം കുറച്ചും കൂടെ വീട്ടിലിടുന്ന ഡ്രസ്സുകളെല്ലാം കുറച്ചും കൂടെ ലൂസായിട്ട് ഇടാനാട്ടോ ഇഷ്ടം. അപ്പോൾ അതുകൊണ്ടാണ് ഇത് കുറച്ച് വലിയ സൈസാണ്. പക്ഷെ എന്നാലും ഇത് മേടിച്ചപ്പോഴത്തേക്കിനും ഇതിലും വലുതായിരുന്നു. ഇത് കോട്ടൺ ആയതുകൊണ്ട് ഒന്ന് ചുരുങ്ങിയിട്ടുണ്ട്. നല്ലതാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മളുടെ അടുത്തത് വന്നിട്ട് ഈ ഒരു പഞ്ഞിക്കുപ്പായാണ് കേട്ടോ. ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എന്ത് ക്യൂട്ടാലേ ഇത്. മറ്റേ ഇതൊക്കെ നോക്കി പ്രിൻ്റോ പിക്ചർ എന്താ സംഭവം അതൊക്കെ നോക്കി എന്ത് ക്യൂട്ടാലേ. എനിക്ക് ഇതിനൊരു കഥയുണ്ട് കേട്ടോ. ഞാനും എൻ്റെ കൂട്ടുകാരിയും കൂടിയിട്ട് ഇത് മേടിക്കാനായിട്ട് പോയപ്പോഴത്തേക്കും ചെറിയ പിള്ളേരുടെ ഡ്രസ്സിൻ്റെ സെക്ഷനില്ലേ, അവിടെയാണ് ഞാനിത് കണ്ടിട്ടുണ്ടായിരുന്നത്. ഞാനപ്പോൾ ഇതെനിക്ക് പാകാവില്ലേ ഒന്നും ഞാൻ ചിന്തിച്ചില്ല. ഞാൻ അങ്ങനെ തന്നെ മേടിച്ചായിരുന്നു കേട്ടോ. പക്ഷെ എനിക്ക് പാകമാണ്, കറക്റ്റ് ഫിറ്റാണ്. കുറച്ച് തടി വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് പാകാവില്ല. പക്ഷെ ദൈവം സഹായിച്ച് തടി വെക്കുന്നില്ല. ഓക്കെ, അപ്പോൾ അതാണ്. ഇത് കുറച്ചും കൂടെ എന്താ പറയുക, നമ്മളുടെ വൂളൻ ക്ലോത്ത്സ് ഒക്കെ ഇല്ലേ, അതേപോലത്തെ ഒരു മെറ്റീരിയലാണ്. നല്ല കംഫർട്ടബിളാണ്, നല്ലതാണ് കേട്ടോ. ഞാൻ ഇത് 1-2 വട്ടം ഞാൻ പുറത്തേക്ക് വിട്ടിട്ടുണ്ടായിരുന്നു. എനിക്ക് അത്ര ഇഷ്ടമുള്ള ഡ്രസ്സാണ് കേട്ടോ. നല്ലതാണ്. അപ്പോൾ അടുത്തതെന്ന് പറയുന്നത്, ബോറടിക്കേണ്ട വീഡിയോ, ബോറടിക്കുന്നതിൽ സാരില്ല, കുറച്ച് നേരം കൂടി ഉള്ളൂ. അപ്പോൾ കുത്തിയിരുന്ന് കണ്ടോളൂ കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് എന്ന് പറയുന്നത് ഇതൊരു ലൈറ്റ് ആഷ് കളറും പിന്നെ ഒരു പിങ്കും കൂടിയിട്ടുള്ളത് ഒരു ക്യൂട്ടായിട്ടുള്ളൊരു സംഭവമാണ് കേട്ടോ. ഇവിടെ മിക്കിയുടെ ഏതോ ബന്ധുവാന്ന് തോന്നുന്നു. അതുപോലത്തെ ഒരു പടമൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇത് ത്രൂ ഔട്ട് ഇങ്ങനെ കുഞ്ഞ ബലൂൺ പ്രിൻസ് ആണ് കേട്ടോ ഇത്. പക്ഷേ ഇത് ഞാൻ കഴുകിയിട്ടൊക്കെ ഉണ്ട്. പക്ഷേ ഇതുവരേക്കും ഒരു കുഴപ്പമൊന്നുമില്ല. ഇവിടെ ഒരു ചെറിയ നോട്ടൊക്കെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് നമ്മളുടെ സൈസ് അനുസരിച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യാം. അങ്ങനെ ക്യൂട്ടായിട്ടുള്ളൊരു സംഭവമാണ് കേട്ടോ. ഇതിൻ്റെ സ്ലീവ്സ് ഒന്നുമില്ല, ഇതിൻ്റെ ഷോൾഡർ തന്നെയാണ് അതിൻ്റെ സ്ലീവ്സ്. കണ്ട ക്യൂട്ടായിട്ടുള്ളൊരു സാധനമാണ്. ഓക്കെ, അപ്പോൾ നമ്മളുടെ അടുത്ത കുപ്പായ എന്ന് പറയുന്നത് ഈ ഒരു ലാവൻഡർ ഷെയ്ഡിലുള്ളതാണ് കേട്ടോ. എന്ത് ക്യൂട്ടല്ലേ. ഇതിൻ്റെ ഫ്രണ്ടിൽ പടയില്ല, ഫ്രണ്ടിലും ഇതിൻ്റെ ബാക്കിലും പിക്ചർ ഉണ്ട് കേട്ടോ. ഒരു ക്യൂട്ടായിട്ടുള്ള ഒരു ചെമ്പിരിയാടാണ്. ചെമ്പിരിയാട് എന്നില്ലേ പറയാ, ആ ഒരു സംഭവം. അപ്പോൾ നല്ല രസമുണ്ട് കേട്ടോ. ഇത് എനിക്ക് ലാവൻഡർ കളറിനോട് ഭയങ്കര ഒരു ഒബ്സഷൻ ഉണ്ട്. ഞാനിപ്പോൾ കുറേ ഡ്രസ്സുകൾ ഉണ്ടെന്നുണ്ടെങ്കിലും അതിലെ ലാവൻഡർ കളർ എനിക്ക് പെട്ടെന്ന് ഇഷ്ടപ്പെടും. ഇപ്പോൾ കുറേ ഷെയ്ഡ്സ് ഉണ്ടായിരിക്കും, ബ്ലാക്ക് ഉണ്ടായിരിക്കും, ഗ്രീൻ ഉണ്ടായിരിക്കും. ലാവൻഡർ കണ്ടാൽ പെട്ടെന്ന് ഞാൻ ലാവൻഡർ പിടിക്കും. അപ്പോൾ അങ്ങനെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്ന ഒരു ഡ്രസ്സാണ് കേട്ടോ. ഇത് ഭയങ്കര വലിയ സൈസാണ്. പക്ഷെ എന്നാലും എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ്, കളറ് കാരണം കേട്ടോ. പിന്നെ അത് ക്യൂട്ടാണ്, നല്ലതാണ് കേട്ടോ. ഇത് വന്നിട്ട്
ഒരു ലൈറ്റ് ബ്ലൂ ഷെയ്ഡിലുള്ള ഒരു നൈറ്റ് വെയർ ആണ് കേട്ടോ. ഇതുമ്മ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു യൂണിക്കോണിൻ്റെ പടമുണ്ട്. ഇത് കാണുമ്പോഴത്തേക്കിനും എനിക്ക് നാട് ഓർമ്മ വരും കേട്ടോ. ഞാൻ കഴിഞ്ഞതിൻ്റെ മുന്നത്തെ മാസം നാട്ടിൽ പോയപ്പോഴത്തേക്കിനും ഞാൻ ഈ ഒരു ഡ്രസ്സ് ഇട്ടിട്ടുണ്ടായിരുന്നു. എൻ്റെ കസിൻസ് എല്ലാവരും കൂടുന്ന ഒരു ഗെറ്റ് ടുഗദറിന്. അപ്പോഴത്തേക്കിനും നമ്മളുടെ വീട്ടിലുള്ള കുഞ്ഞുവാവകളൊക്കെ വന്നിട്ട് ദേ അഞ്ജുവാൻ്റിയുടെ മേത്ത് ആട് എന്ന് പറഞ്ഞിട്ട് ഇത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് പെട്ടെന്ന് ഈ ഉടുപ്പ് എടുത്തപ്പോഴത്തേക്കിനും എനിക്ക് അത് ഓർമ്മ വന്നു കേട്ടോ. നല്ലൊരു ഉടുപ്പാണ്. നെക്സ്റ്റ് വൺ വന്നിട്ട് ഒരു ആഷിൽ സ്ട്രൈപ്സ് ആയിട്ടുള്ള ഒരു സിമ്പിളായിട്ടുള്ള ഒരു നൈറ്റ് വെയർ ആണ് കേട്ടോ. ഇതിനും പോക്കറ്റ് ഉണ്ട്. ഈ പോക്കറ്റ് ഒന്നും നമുക്ക് യൂസ് ചെയ്തില്ലെങ്കിലും പോക്കറ്റ് ഉണ്ടെന്ന് കാണുമ്പോഴത്തേക്കും നല്ല സന്തോഷം. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഉണ്ടോ അങ്ങനെ പോക്കറ്റുള്ള ഡ്രസ്സുകളോട് ഭയങ്കര ഒബ്സെഷനുള്ള ആൾക്കാർ ആരെങ്കിലും ഉണ്ടോ? അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്തോളൂ. അപ്പോൾ ഇതാണ് ഒരു സ്ട്രൈപ്സ് ആയിട്ടുള്ള സിമ്പിളായിട്ടുള്ള. ഇതിന് അത്യാവശ്യം നല്ല ലെങ്ത് ഉണ്ട് കേട്ടോ. ഇതെൻ്റെ നമ്മളുടെ ആംഗിൾ ലെങ്ത്തിനേക്കാൾ ഒരു ഇച്ചിരി മേളിലായിട്ട് നിൽക്കുന്നത്. അത്യാവശ്യം നല്ല ലെങ്ത് ഉണ്ട്. ഇവിടെ 2 ബട്ടൺസ് ഒക്കെ ഉണ്ട്. അങ്ങനെയൊക്കെ ആയിട്ട് ഇവിടെ ഒരു ക്യൂട്ടായിട്ടുള്ള ഒരു പടമൊക്കെ ഉണ്ട്. ഇഷ്ടമായോ നിങ്ങൾക്ക്? ഇപ്പം നമ്മളുടെ നെക്സ്റ്റ് വൺ വന്നിട്ട് ഒരു യെല്ലോ ഷെയ്ഡിലുള്ളതാണ് കേട്ടോ. യെല്ലോയും ആഷും കോമ്പിനേഷനിൽ ഇതാണ്. കാണണ്ടോ? ഇതിനും പോക്കറ്റ് ഉണ്ട്. ഞാൻ പറഞ്ഞില്ല എനിക്ക് പോക്കറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് ഭയങ്കര ഇഷ്ടം. അതിനാ ഇവിടെ ക്യൂട്ടായിട്ടുള്ള ഒരു പടവും ഒരു പോക്കറ്റ് ഉണ്ട്. പോക്കറ്റിൽ കൈയൊക്കെ ഇടാൻ പറ്റുന്നുണ്ടോ? അങ്ങനെ ഇത് പ്രത്യേകിച്ചൊന്നുമില്ല, സിമ്പിളായിട്ടുള്ള ഒരു സാധനം. ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആണ് കേട്ടോ. ഇത് ഇടാൻ നല്ല സുഖമായി. ഇത് ഇടാൻ വേണ്ടിയിട്ട് ഇത് ഞാൻ കാണിച്ച എല്ലാ മെറ്റീരിയൽസും നല്ല സുഖമാണ് കേട്ടോ. നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള മെറ്റീരിയലാണ്. അപ്പോൾ ഇതാണെന്നുണ്ടെങ്കിലും ഇതും ഷോർട്ട് സ്ലീവ്സ് ആണുള്ളത്. ഇതിനും നേരത്തെ പോലെ കുറച്ച് ബട്ടനൊക്കെ ഉണ്ട് ഫ്രണ്ടിൽ. നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ, ഊരാനൊക്കെ പറ്റും. അങ്ങനെ നല്ലതാണ് കേട്ടോ. ഇത് ലാസ്റ്റ് ആൻഡ് ഫൈനൽ വന്നിട്ട് ഇതൊരു പീച്ച് ഷെയ്ഡിലുള്ള സ്മൈൽ എന്ന് എഴുതിയിട്ടുള്ള ഒരു നൈറ്റ് വെയർ ആണ് കേട്ടോ. ഇത് എൻ്റെ കയ്യിലുള്ള ഏറ്റവും നീട്ടം കൂടിയ നൈറ്റ് വെയറാണ്. ഇത് നല്ല ഇറക്കമുണ്ട്. എൻ്റെ കറക്റ്റ് ആംഗിളിൻ്റെ അത്രയും ലെങ്ത് ഉണ്ട് കേട്ടോ. അത് കാരണം ഞാൻ ഇത് അധികം അങ്ങനെ ഇടാറില്ല. ഞാൻ കുറച്ചും കൂടെ ലെങ്ത്ത് കുറവുള്ള എനിക്ക് കുറച്ചും കൂടെ കംഫർട്ടബിൾ ആയിട്ടുള്ളത്. അപ്പം അതാണ്. ഇവിടെ 2 ക്യൂട്ടായിട്ടുള്ള ബോസൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഫ്രണ്ടിൽ. രസമില്ലേ? ലൈറ്റ് ഷെയ്ഡാണ്. നല്ല ഫുൾ സ്ലീവ്സ് ഒക്കെയാണ്. അപ്പോൾ നമുക്ക് വിൻ്ററിലൊക്കെ ഇടാം. ദുബായിലെ വിൻ്റർ പിന്നെ പറയുന്നുണ്ടല്ലോ. ഓക്കെ, ഇത്രയൊക്കെയാണ് എൻ്റെ നൈറ്റ് വെയർ കളക്ഷൻസ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ഏത് നൈറ്റ് വെയർ ആണ് ഏറ്റവും കൂടുതൽ ഇഷ്ടമായെന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്തോളൂ കേട്ടോ. അപ്പോൾ ഇതൊക്കെ എൻ്റെ ക്യൂട്ടായിട്ടുള്ള സാധനങ്ങൾ എനിക്ക് ഭയങ്കര ഇഷ്ടം. ഇങ്ങനെ ഞാനൊന്നും മേടിക്കില്ല എന്നുണ്ടെങ്കിൽ ഇങ്ങനെ ക്യൂട്ടായിട്ടുള്ള നൈറ്റ് വെയറിൻ്റെ കളക്ഷൻസ് ഉള്ള വീഡിയോസൊക്കെ ഞാൻ പോയിരുന്ന് ഇങ്ങനെ തിരഞ്ഞു പിടിച്ച് കാണാറുണ്ട്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഉണ്ടോ അങ്ങനത്തെ ഒരു അസുഖം? എനിക്കുണ്ട് കേട്ടോ. എനിക്ക് അങ്ങനത്തെ ക്യൂട്ട് സാധനങ്ങൾ കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് മേടിക്കാനും ഭയങ്കര ഇഷ്ടം, ഇങ്ങനെ കാണാനും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതുകൊണ്ട് എനിക്കിഷ്ടപ്പെട്ട ഒരു ടോപ്പിക് ആയതുകൊണ്ട് എടുത്താൽ നിങ്ങൾക്ക് ഏത് ടൈപ്പ് ഓഫ് വീഡിയോസ് ആണ് കാണാനായിട്ട് കുറച്ചും കൂടെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളതൊന്നും കൂടെ നിങ്ങൾ കമൻറ്റ് ബോക്സിലൊന്ന് മെൻഷൻ ചെയ്യണേ. അപ്പോൾ എന്നെക്കൊണ്ട് പറ്റുന്നതാണെന്നുണ്ടെങ്കിൽ ഞാൻ ആ വീഡിയോസും കൂടെ ഇൻക്ലൂഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ നമ്മളുടെ ഇന്നത്തെ കുട്ടി വീഡിയോ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടെ ഒന്ന് ഈ പേജ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. അപ്പോൾ അത്രയേ ഉള്ളൂ. ഓക്കെ, ബൈ.